യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നും ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകി എന്നുള്ള ആ വളരെ മഹത്തായ സത്യം, അതും നമ്മൾ ചിന്തിക്കുന്നത് തൻ്റെ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്നുള്ള വാക്യത്തിൽ നിന്നുമായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഇന്നും അതേ ഒരു വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് ദൈവവചനത്തിലൂടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറയുകയുണ്ടായി, ദൈവത്തിൻ്റെ സ്നേഹം, അതിൻ്റെ പാരമ്യം എന്താണ്, നമ്മെ ദൈവം സ്നേഹിച്ചുവെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണയായിട്ട് നമ്മളെല്ലാം ചിന്തിക്കുന്നത്, ദൈവം നമ്മെ സ്നേഹിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ അത് ദൈവം നമുക്ക് നൽകുന്നതിലൂടെയാണ്. അതായത് നമ്മളുടെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയുടെയും മറുപടികൾ നമ്മുടെ മുമ്പാകെ വെളിപ്പെട്ട് വരുമ്പോൾ നമ്മൾ പറയും, യെസ്, ദൈവം എന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നൽകാതിരിക്കുന്നു എന്നുള്ള ഒരു അനുഭവമാണെങ്കിൽ നമ്മൾ പറയും, ദൈവത്തിന് എന്നോട് ഒരു ഇഷ്ടവുമില്ല, ദൈവത്തിന് എന്നെ സ്നേഹമില്ല എന്നുള്ളത്. എന്നാൽ മാനുഷികമായ ബന്ധത്തിൽ എന്ന പോലെയല്ല നമ്മൾ ദൈവത്തെ കാണേണ്ടതും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയേണ്ടതും. മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനം, അതിൻ്റെ പാരമ്യം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഇന്നലെ വായിച്ച അതേ വാക്യത്തിൽ പറയുന്നത് പോലെ, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ. ദൈവസ്നേഹത്തിൻ്റെ ആ പാരമ്യം എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുത്തുകാരെല്ലാം സൂചിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം നമുക്ക് നൽകിയതാണ്. അതിന് പരം ഒരു സ്നേഹം ദൈവം ഇനി നൽകാനില്ല. അതിനർത്ഥം പിന്നീട് നമുക്ക് നൽകുന്നതായ എല്ലാ കാര്യങ്ങളും ആ സ്നേഹത്തോട് നമുക്ക് തുലനം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതായത് ആ സ്നേഹം മാത്രമേ ഏറ്റവും മഹത്തായിട്ടുള്ള സ്നേഹമായിട്ടുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോട് ആ സ്നേഹത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം സുവിശേഷത്തിൻ്റെ ചുരുക്കം അഥവാ സമ്മറി എന്ന് വിശേഷിപ്പിക്കുന്ന യോഹന്നൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിന്നുമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ, അല്ലെങ്കിൽ യേശുവിനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ഇത് സുവിശേഷത്തിൻ്റെ സമ്മറി എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും അധികം പ്രകടമാകുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ദൈവത്തിനുണ്ടായ മോട്ടിവേഷൻ എന്താണ്, ദൈവത്തിൻ്റെ പ്രചോദനം എന്തായിരുന്നു. ആ പ്രചോദനം എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ള പ്രചോദനമായിരുന്നു. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പെട്ടെന്നുണ്ടാകുന്ന ഒരു സ്നേഹമല്ല. മറിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മെ കണ്ടു എന്ന് പറയുന്നിടത്ത് നമ്മളോടുള്ള അവൻ്റെ സ്നേഹമുണ്ട്. നമ്മൾ ജനിച്ച ശേഷമാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കാണുന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ കാണുന്നത്. പക്ഷേ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം എന്നെ കണ്ടു. എന്നെക്കുറിച്ചുള്ള അവൻ്റെ പദ്ധതികൾ ലോകസ്ഥാപനം മുതൽ തന്നെ അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, ഈ സ്നേഹം ആരംഭിച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പാണ്. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ സ്നേഹിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്നേഹമാണ് ഇവിടെ ദൈവത്തിൻ്റെ മോട്ടിവേഷൻ, ദൈവത്തിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട്, ദൈവത്തിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി. നമുക്കറിയാം, സ്നേഹം കേവലം ഒരു പ്രകടനം മാത്രമായിരിക്കരുത്. അതായത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ മാത്രമല്ല സ്നേഹം. സ്നേഹം എപ്പോഴും അതിൻ്റെ ആക്ഷനിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മളെ മറ്റൊരാൾ സ്നേഹിക്കുന്നു എന്നുള്ളത് അവരുടെ ആക്ഷനിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ നമ്മെ സഹായിക്കുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും അവർ നമ്മെ സ്നേഹിക്കുന്നുവെന്ന്? പകരം അവർ പറയുകയാണ്, ബ്രദറെ അല്ലെങ്കിൽ സഹോദരി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്ക് കേൾക്കുന്നത് വളരെ ഇമ്പകരമാണ്. പക്ഷേ അതിൻ്റെ റിയാലിറ്റി, യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവൃത്തിയിലൂടെയാണ്. നമ്മെ സഹായിക്കുന്നതിലൂടെ, നമ്മെ സംരക്ഷിക്കുന്നതിലൂടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതായ കരുതലുകൾ നൽകുന്ന വഴി തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും.
ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത് കേവലം വചനത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല. ലോകസ്ഥാപനത്തിനു മുമ്പ് അവൻ എന്നെ കണ്ടു എന്നുള്ളത് അങ്ങനെയുള്ള ഒരു ഉപദേശത്തിൽ മാത്രം നിൽക്കുന്ന സ്നേഹമല്ല. മറിച്ച് ആ സ്നേഹം ദൈവം പ്രകടമാക്കി. എങ്ങനെ? യേശു ക്രിസ്തുവിനെ നൽകുക വഴി. അതാണ് ദൈവത്തിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് നിമിത്തം നമുക്കുണ്ടാകാവുന്ന ഫലം എന്താണ്? അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? അതിൻ്റെ റിസൾട്ടാണ് ഈ വാക്യം പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, അതായത് നമ്മുടെ നാശം യേശുക്രിസ്തുവിലൂടെ ഇല്ലാതാകുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകത്തില്ല. അതിൻ്റെ മറു സൈഡ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്ത, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കാത്ത ഏതൊരു വ്യക്തിയും നശിച്ചു പോകുമെന്നുള്ള വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം. ഇതൊക്കെ പറയുമ്പോഴാണ് ആളുകൾ സുവിശേഷത്തെ എതിർക്കുന്നത്. പലരും സുവിശേഷത്തെയോ അല്ലെങ്കിൽ ദൈവവചനത്തെയോ ക്രിസ്തീയ മാർഗത്തെയോ കാണുന്നത് ഒരു മതമായിട്ടാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവരുടെ ആ കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ട് അവർ നശിച്ചു പോകുന്നു. യേശുക്രിസ്തു ഇല്ലാത്ത ഒരു വ്യക്തി ഈ ഭൂമിയിൽ നശിച്ചു പോകുമെന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരായ നിങ്ങൾ എന്നോട് പിണങ്ങുമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു സത്യത്തോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ലായിരിക്കാം. ഒരിക്കലും കർത്താവ് യേശുക്രിസ്തുവിനെയോ അവൻ്റെ വചനത്തെയോ ലോകത്തുള്ള മറ്റ് മതങ്ങൾ എന്ന പോലെ നമ്മൾ കാണാൻ പാടില്ല. മറിച്ച് കർത്താവ് യേശുക്രിസ്തു എന്നത് മതവ്യത്യാസമില്ലാതെ, വർണ്ണവ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, അതേ ഭൂമിയുടെയോ അല്ലെങ്കിൽ പ്രദേശങ്ങളുടെയോ വ്യത്യാസമില്ലാതെ എല്ലാവരും സ്വീകരിക്കേണ്ട, തങ്ങളുടെ ജീവിതം കർത്താവിലേക്ക് സമർപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു മാർഗമാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മാർഗം എന്ന് പറയുന്നത്. ആ മാർഗത്തിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നമ്മളുടെ നാശം മാറുന്നു. അതായത് കർത്താവ് യേശുക്രിസ്തുവിനെ അറിയാത്തൊരു വ്യക്തി ലോകത്തിൽ നശിച്ചു പോകുമെന്നുള്ളതിന് രണ്ട് തർക്കമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി നശിച്ചു പോകുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ഈ ഒരു സത്യം ഇന്ന് മറ്റ് എന്നത്തേക്കാളും കൂടുതൽ ശക്തമായി മാറുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ, യുവജനങ്ങൾ, അവർ ആഗ്രഹിക്കുന്നത്, അവർ വിശ്വസിക്കുന്നതായ കാര്യം അല്ലെങ്കിൽ അവർ കാണുന്നതായ കാര്യം അത് ലോജിക്കുള്ളതായിരിക്കണം. അതിനകത്ത് അവരുടെ ബുദ്ധിയും അവരുടെ റീസണിങ്, അവരുടെ യുക്തിയും ഒരേപോലെ തന്നെ ഇണങ്ങുന്നതായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പലരും ചോദിക്കാറുണ്ട്, വിശുദ്ധ വേദപുസ്തകം സയൻറ്റിഫിക്കലാണോ, ശാസ്ത്രപരമാണോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശുദ്ധ വേദപുസ്തകം ശാസ്ത്രപരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ രചയിതാവ് പരിശുദ്ധാത്മാവാണ്. അതായത് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്വത്തിൽ ഒരു ആളത്വമാണ്, പരിശുദ്ധാത്മാവാണ്, ഗോഡ് ബ്രീത്തഡാണ്, ദൈവത്തിൻ്റെ ശ്വാസം വേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുകയും ദൈവത്തിൻ്റെ സൃഷ്ടിയെ കണ്ടെത്തുകയും ചെയ്യുന്നതാണല്ലോ നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകം സയൻസിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ സയൻസിനെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. പക്ഷേ അതേസമയത്ത് തന്നെ ചില ആളുകൾ പറയാറുണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതായ, നമുക്ക് റീസണിങ് ചെയ്യാൻ കഴിയാത്തതായ കാര്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത്. എന്നാൽ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ വിശുദ്ധ വേദപുസ്തകം എഴുതിയത് ദൈവമാണ്. ദൈവത്തെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളില്ല. ഒരു മനുഷ്യൻ അതേ സാധാരണ മനുഷ്യരുടെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തുവെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കാണാൻ കഴിയുന്നില്ല. മറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ പരമാധികാരങ്ങളാണ്. ദൈവത്തിൻ്റെ പരമാധികാരങ്ങൾ. ഒന്നുമില്ലായ്മയിൽ നിന്നും ഉള്ളതുപോലെ ദൈവം സകലത്തെ വിളിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പോഴും ശാസ്ത്രലോകം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്നും വളരെ പ്രസക്തമായി നിൽക്കുന്ന കാര്യം, അതേ പ്രപഞ്ചോൽപ്പത്തിയിൽ ദൈവത്തിൻ്റെ ആ കരവിരുതിൻ്റെ സാധ്യതകളാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് കടന്നു വരുന്നു. അതേ, ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്പോഴും ഈ ഭൂമിയിൽ അതാത് കാലങ്ങളിൽ വെളിപ്പെടുന്നുണ്ട്. ലോകസ്ഥാപനത്തിനു മുമ്പ് അവൻ നമ്മെ കണ്ടു, അവൻ നമ്മെ സ്നേഹിച്ചു. അതായിരുന്നു അവൻ്റെ പ്രചോദനം.
രണ്ടാമതായിട്ട് അവൻ്റെ ആക്ഷൻ, അത് കർത്താവ് യേശു ക്രിസ്തുവിലൂടെയുള്ള പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് നാം അവനെ വിശ്വസിച്ച് അവനെ സ്വീകരിക്കണം. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ദിവസങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് അതിൻ്റെ അനന്തരഫലമായി ദൈവം നമുക്ക് നൽകുന്നത് നിത്യജീവനാണ്. അതായത് താൽക്കാലികമായ ഈ ജീവൻ, ഈ ഭൂമിയിൽ നമ്മൾ താൽക്കാലികമാണ്. അതായത് പാപനിമിത്തം മരണം ഈ ലോകത്തിൽ പ്രവേശിച്ചതോടുകൂടെ എല്ലാ മനുഷ്യരിലും മരണം വ്യാപരിച്ചിരിക്കുന്നു. ജനിക്കുന്ന ഏതൊരു വ്യക്തിയും മരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യനെക്കുറിച്ചുള്ളത്, അതിൻ്റെ ഒറിജിനൽ പർപ്പസ് എന്ന് പറയുന്നത് നിത്യജീവനാണ്. അതായത് എന്നേക്കുമായി ദൈവത്തോടു കൂടിയുള്ള ജീവിതമാണ്. അതിൽ നിന്നും ദൈവം നമുക്കൊരു മാറ്റം തന്നിട്ടില്ല. മരണം കൊണ്ട് ഈ ഭൂമിയിൽ എല്ലാവരും അവസാനിക്കും. പക്ഷേ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ നിത്യജീവന് അവകാശികളായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുക വഴി നിങ്ങൾക്ക് ആ നിത്യജീവനെ പ്രാപിക്കുവാൻ സാധിക്കും. ഞാൻ ഇന്ന് തൽക്കാലത്തേക്ക് ഈ സന്ദേശം ഇവിടെ നിർത്തുക. അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചിന്തകളിലേക്ക് കടക്കുന്നതാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവ് യേശു ക്രിസ്തുവിൽ വന്നവരായ ആളുകൾ തങ്ങളുടെ രക്ഷയെ ഒന്നുകൂടെ പുതുക്കി ദൈവസന്നിധിയിൽ നിന്ന് രൂപാന്തരപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണാൻ പോകുകയാണ്. ഈ വചനത്തിനുപാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആ പ്രചോദനം ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ടി നൽകി. അതിൻ്റെ അനന്തരഫലമായി പാപത്താൽ കടന്നു വന്നതായ മരണം, ആ മരണത്തെ നീക്കി കർത്താവെ നിത്യജീവനെ ഞങ്ങളിലേക്ക് പകർന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കാം. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.